കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചത് ആര്? നമ്മുടെ കണ്ണുകൾ മേലോട്ട് ഉയർത്തി നോക്കുവാൻ ഇവിടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. സൃഷ്ടിയുടെ മഹത്വത്തെ തിരിച്ചറിയുവാൻ, അതെ, എണ്ണുവാൻ കഴിയാത്ത വാനഗോളങ്ങളെ സൃഷ്ടിച്ച് അവയ്ക്കെല്ലാം സഞ്ചാരപാത ഒരുക്കി അവിടെ എണ്ണം സൂക്ഷ്മമായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പറയുന്നു, ഇവയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വം അറിയുവാൻ നിങ്ങളുടെ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. 147-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു, ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. അതെ, ദൈവത്തിന്റെ മഹത്വം ദൈവം സൃഷ്ടിയിൽ വെളിപ്പെടുത്തുന്നു. എന്തിനാണ് ഈ വചനങ്ങൾ ഇത്ര ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവം സൃഷ്ടിതാവാണ്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ സർവശക്തനായ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കുവാൻ ഇന്നും ജീവിക്കുന്ന, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന, അൽഫയും ഒമേഗയുമായിരിക്കുന്ന സർവശക്തനായ ദൈവം ഇന്നും ദൈവം സൃഷ്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇന്നും ദൈവം പ്രകൃതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ആ ദൈവത്തിന്റെ മുഖത്തിലേക്ക് നാം നോക്കുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. താഴേക്കല്ല നമ്മുടെ കണ്ണുകൾ പതിക്കേണ്ടത്. നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് പതിക്കുവാൻ നമ്മെ ഈ വചനം ആഹ്വാനം ചെയ്യുകയാണ്. അതെ, 34-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. മുഖത്തെ വാട്ടിക്കളയുവാൻ, ജീവിതത്തെ തകർത്ത് കളയുവാൻ ഇരുകൾ മൂടുമാറുള്ള പ്രയാസ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കുമ്പോൾ നിന്റെ ഇരുളിനെ പ്രകാശമാക്കുവാൻ, ഇരുളിൽ വഴികളെ ഒരുക്കി തരുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. അവങ്കിലേക്ക് നോക്കിയവർ അവർ പ്രകാശിതരായി മാറി. അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജ വരുത്തുവാൻ, ലജ്ജ മൂടുവാൻ ശത്രുവായവനിടുന്ന പദ്ധതിയുടെ നടുവിൽ നമ്മുടെ കണ്ണുകളെ നാം ഉയരത്തിലേക്ക് നോക്കുമെങ്കിൽ ഉയരത്തിലെ വെളിച്ചം ഇരുട്ടിലേക്ക്, ആ അന്ധകാരത്തിലേക്ക്, ആ മനപ്രയാസത്തിലേക്ക് സ്വർഗസ്ഥനായ ദൈവം അയച്ച് ഇരുളിനെ മാറ്റി നമ്മളെ പ്രകാശമാക്കി തീർക്കുവാൻ, നമ്മുടെ വിഷയങ്ങളിൽ പ്രകാശം ഉദിപ്പിക്കുവാൻ, നമ്മെ സന്തോഷവരവുള്ളവരാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ വിചാരങ്ങൾ, അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഇരുളുകൾ, അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഭയം മറ്റൊന്നല്ല. തന്റെ ദാസനായ എലയാസാർ തന്റെ അവകാശിയായി മാറും. തനിക്ക് മക്കളില്ല. താൻ വളരെ ഭയവും നിരാശയുള്ളവനായി മാറുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, അബ്രഹാമേ, നീ ആ കൂടാരത്തിൽ നിന്ന് പുറത്തു വാ, എന്നിട്ട് നീ മേലോട്ടൊന്ന് നോക്ക്, ആകാശത്തിലേക്ക് നീ നോക്ക്. ഈ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഈ നക്ഷത്രങ്ങളെ നിനക്കെണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണുക. ഇതുപോലെ നിന്റെ തലമുറയാക്കുവാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് അവനെ ഉറപ്പിക്കുകയാണ്. നിരാശയുടെ വേളകളിൽ, പ്രതിസന്ധിയുടെ വേളകളിൽ, രോഗമോ ദുഃഖമോ പ്രയാസങ്ങളോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ
നമുക്കൊരു ഇടമുണ്ട് എന്നുള്ളതാണ്. അബ്രഹാം ആകാശത്തിലെ കണ്ണുകൾ ഉയർത്തി ദൈവം പറഞ്ഞ കാര്യങ്ങളെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവന് മഹത്വമായി വെളിപ്പെടുവാൻ, അത് ഒരു സംഭവമായി മാറുവാൻ ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടയാക്കി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്തുവാൻ നമുക്കൊരിടമുണ്ട്. മനുഷ്യനിലേക്ക് ഉയർത്തിയാൽ നാം ലജ്ജിച്ചു പോകും, മനുഷ്യരിൽ ആശ്രയിച്ചാൽ നാം ലജ്ജിച്ചു പോകും. അതുകൊണ്ട് വിഷയങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. 121 സങ്കീർത്തനത്തിൽ അവിടെ ദൈവത്തെങ്കിലേ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതെ, കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. സഹായം തരുവാൻ, സൗഖ്യം തരുവാൻ, വിടുതൽ തരുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്റെ ജീവിതയാത്രകളിൽ നിന്റെ കാലുകൾ ഇടറാതെ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കി നിന്റെ പ്രാണനെ പരിപാലിച്ച് നടത്തുവാൻ ദൈവം സർവശക്തനാണ്. എന്റെ കണ്ണുകളെ ഞാൻ ഉയരത്തിലേക്ക് ഉയർത്തുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണല്ലോ നമുക്കെല്ലാത്തിനും മാതൃക. നമ്മുടെ കർത്താവ് വിശന്ന പുരുഷാരത്തെ കണ്ടുകൊണ്ട് 7 അപ്പം യേശു കരങ്ങളെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം പറഞ്ഞുകൊണ്ട് യേശു ആ അപ്പത്തെ വിഭാഗിച്ചു കൊടുത്തതായി കാണുന്നു. അതേ, ലാസറിന്റെ കല്ലറയിൽ കടന്നു വന്നവനായ യേശു പിതാവിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. അത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും നമ്മുടെ കണ്ണുകളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. അവങ്കിലേക്ക് ഉയർത്തുന്നവർക്ക് പരിഹാരമുണ്ടായിട്ടുണ്ട്. അവങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയവർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്, അവർക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട്. അതേ, കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങളിൽ തകർന്ന ഹൃദയത്തോടുകൂടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടില്ലേ? ദൈവം സൗഖ്യം അയച്ചിട്ടില്ലേ? ദൈവം വഴികളെ തുറന്നിട്ടില്ലേ? ഇന്നും ദൈവം സർവശക്തനാണ്. ആ ദൈവം പറയുകയാണ്, സൃഷ്ടിതാവായി ദൈവം നമ്മളോട് പറയുന്നു, മകളെ, മകനെ, നിന്റെ കണ്ണ് എങ്കിലേക്ക് ഉയർത്തുക, നീ ആകാശത്തിലേക്ക് നോക്ക്. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണ് ഞാൻ. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. ഈ ദിവസങ്ങളിൽ ഞാൻ ലജ്ജിക്കപ്പെടുമോ? എനിക്ക് പരാജയം ജീവിതത്തിൽ സംഭവിക്കുമോ? അതേ, ഞാൻ ദുഃഖിതരായി മാറുമോ എന്ന് വിചാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ നിന്റെ കണ്ണുകളെ നീ സ്വർഗത്തിലേക്ക് ഉയർത്തുക. നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ, നിന്റെ തലമുറ ലജ്ജിച്ചു പോകുവാൻ, നിന്റെ കുടുംബം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല. അവൻ പ്രകാശമൊരുക്കി, തേജസ്സൊരുക്കി, ലജ്ജകളെ മാറ്റി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ ലജ്ജകളെ മാറ്റണമേ. പ്രകാശം അവളുടെ ഭവനത്തിലേക്ക് അടുപ്പിക്കണമേ. തലമുറകൾ അടുപ്പിക്കണമേ. ഇരുളിന്റെ മേഖലകളെ മാറ്റണമേ. ദൈവരെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂഷിയിൽ പാസ്റ്റർ കെ സാമുവേൽ.